ഗൈസ് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ പോവാണ്. പത്തിരി എന്ന് പറഞ്ഞാൽ സാധാ പത്തിരി അല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പത്തിരി, നല്ല പ്രോട്ടീനൊക്കെ ആഡ് ചെയ്ത നല്ല പത്തിരി. പത്തിരി ഉണ്ടാക്കാൻ പോണതോ പ്രൊഫഷണൽ ഷെഫായ ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരി. നമുക്ക് പത്തിരി ഉണ്ടാക്കണത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമ്മള് ചുടുവെള്ളം വെച്ചിക്കണു, ചെമ്പട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് പൊടി ഇടണം. ഓക്കെ, നമുക്കിനി പോരാളിനെ വിളിക്കാം, കുറച്ച് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ഫുള്ള് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. പ്രസിംഗ് ടൈം. എവിടെ പ്രസ് എടുത്തോ, എടുത്തു തരോ. കുറച്ചൊന്നും അറിയണ്ട ഇതിൽ പേരുടെ മച്ചാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇതന്നെ പണിയായതുകൊണ്ട് എല്ലാത് എവിടെ കണക്കണെന്ന് നേരെ അറിയും. ഇതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെഫാണ് നമ്മളെ കൂടെ ഉള്ളത്. വളരെ വിദഗ്ധനാണ് ഇതില്. ഹലോ, അതിലൊരു ഇതുണ്ട്, പ്രൊഫഷണലിസം ഉണ്ട്. എറിയൊന്നും വേണ്ട, അതിനോട് പറ്റാൻ മതി. പരത്തണത് എവിടെ ഇത് പരത്തണു. പിന്നെ ഒരു കലയും വേണം ഇതിൽ. പരത്തണമെങ്കിൽ ചെറിയൊരു കല വേണ്ടേ. ചില്ലറ സ്കില്ലല്ല, ഉരുളേണ്ടല്ലോ കേട്ടോ പരത്തേണ്ടത്. നമ്മള് കാണിച്ചു തരാണിത് ഉരുളേണ്ട് പരത്താൻ പാടില്ല. ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും, അത് നമ്മൾ പരത്തേണ്ടത്. അത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മള് തുടങ്ങാൻ നോക്കിക്കോട്ടെ, ശ്രദ്ധിക്കണം. പരത്തുമ്പോ നേരെ കൈ ഇങ്ങനെ പോകണം. ടാറ്റ കൊടുക്കൂല നമ്മള്, ആ ഒരു വൈബ്. ഇങ്ങനെ പരത്താ ടാറ്റ എടുക്കുക, പരത്താ ടാറ്റ എടുക്കുക, പരത്താ ടാറ്റ എടുക്കുക. നമ്മ കണ്ടോ ഇങ്ങനെ കണ്ട് ഒട്ടും നമ്മള് സീനില്ല. കുറച്ചിങ്ങനെ പൊടി ഇടണം. പൊടി ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ. പോരാതെ അപ്പുറത്തുണ്ട്. ഇപ്പൊ മെല്ലെ കണ്ടോ ടാറ്റ എടുക്കുക. ടാറ്റ ഒറ്റക്ക ചെന്ന് കേട്ടോ, ഇങ്ങനെ ഇവിടെ മാത്രം ഇളകിയാൽ മതി. ശ്രദ്ധിക്കണം, കറക്റ്റ് വട്ടാവുമെന്ന് നോക്കുക. ആണോ, ഫസ്റ്റ് ട്രൈ കറക്റ്റ് വട്ടം. ചെറിയൊരു പ്രശ്നം കണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്ര വലിപ്പമായി. ഇതിനോട് ഇട്ടാൽ ഒരു പാത്രം വേണ്ട, പാത്രം കൊണ്ടുണ്ട്. രണ്ടാമത്തെ ട്രൈ ചെയ്യാം. പൊടി ഇങ്ങനെ ഇടണം. അത് നിങ്ങളെ ഇഷ്ടം, അത് നിങ്ങളെ ഇഷ്ടം. അത് നമുക്ക് വേണമെന്നില്ല. കറക്റ്റ് ഞാൻ ആ കുഴക്കലില് ഞാൻ നന്നായിട്ട് കുഴച്ചു, അതാണ് കറക്റ്റ് സാധനം കിട്ടും. കേട്ടോ, കറക്റ്റാണ്. അടുത്തെടുക്കുന്നു. വീണ്ടും നമ്മൾ ഉരുളെടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളെടുക്കരുതേ എന്നുള്ളൊരു പറച്ചിലാണ് പറയുന്നത്. ഉരുള നമ്മൾ എടുക്കരുത് ഒരിക്കലും. ഉരുള പരത്താൻ പറ്റില്ല. ചുമ്മാ കാണാൻ വേണ്ടി എടുത്തു വെച്ചുകൊണ്ട് ക്യാമറ നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പൊടി ഇടുന്നു, മലത്തുന്നു, ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ചെറിയൊരു പഞ്ചർ ഉണ്ടാവോ, അത് വിചാരില്ല. ഇത് ചെറിയ ഇതുള്ളൂ, അത് സീനില്ല. അത് അങ്ങനെ വരും. അങ്ങനെ ഉണ്ടാക്കണാണ്. നമ്മൾ ഈ പത്തിലെടുക്കാൻ നേരത്തെ കിട്ടൂല. നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൈയിട്ടാൽ കിട്ടും. ഇങ്ങനെ കൊളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ഉരുളാക്കുക. ഉരുളാക്കിയിട്ട് സൈഡിലൂടെ വെക്കുക, നമ്മൾ അടുത്തെടുക്കുക. അങ്ങനെയാണ് പത്തിരി വരത്തേണ്ട ഒരു പ്രോപ്പർ രീതി. ഓക്കെ, ഇത് മൊട്ടണം കേട്ടോ. നമ്മള് പൊടി ഇടണം. പിന്നെ കറക്കാം. എന്നിട്ടും കറക്കം നിൽക്കണില്ലെങ്കിൽ കറങ്ങില്ലെങ്കിൽ എന്ത് ചിന്തിച്ചിട്ടാ, ഇത്ര മതി, എളുപ്പത്ര മതി എന്നതിന്റെ അർത്ഥം. കണ്ടോ, എടുക്കാതൊരു പത്തിരി വരത്തുന്ന ഒരു രീതി ശരിക്കും കാണണമെങ്കിൽ കണ്ടോളി. അങ്ങനെയൊക്കെ കാട്ടണം. അവിടെ ഒരു വൃത്തിയാക്കലാണ് ഇപ്പൊ ഞാൻ കാട്ടുന്നത്. അടുത്ത കൈനാട്ടോ, ശ്രദ്ധിക്കണം. ആ കഴിഞ്ഞോട് കാണുന്ന ചേര് നോക്കണം. ജയിക്കാൻ പോകണു. ഇത് സ്ക്വയറില് ഒരു ഇതാട്ടോ. റൗണ്ട് നമുക്ക് ചിലപ്പോ ആവൂല, സ്ക്വയറൊക്കെ ആവും. അത് സീനില്ല. റൗണ്ട് തന്നെ വേണമെന്നില്ലല്ലോ, കുഴപ്പമില്ല. റൗണ്ട് വേണമെന്നില്ല.
സ്ക്വയർ ആയാലും സീനൊന്നുമില്ല. സ്ക്വയർ ആവാൻ പല ഷേപ്പിലാവും. ഷേപ്പുകൾ കൊണ്ടുള്ള കളിയാണ്. നമുക്ക് മതി നല്ലതാ. സുഹൃത്തുക്കളെ ഇതാണ് കാണിച്ചെടുക്കാൻ അവിടെ വെക്കേ. ഇത് എങ്ങനത്തെ ഷേപ്പാന്നുള്ളത് കമന്റിൽ ചെയ്യാം കേട്ടോ. ഒരു വെറൈറ്റി ഒരു സംഭവമാണിത്. ഇത് ആ ഒരു പറഞ്ഞ പ്രൊഫഷണൽസ് നമ്മള് ഇത് എങ്ങോട്ട് സൈഡിക്ക് അങ്ങനെ പൊയ്ക്കണോ, വീട്ടിൽ നിന്നിട്ട് സൈഡിക്ക് പൊയ്ക്കണു. മോൾക്ക് കണ്ടിട്ട് ഏയ് നമ്മള് കടയിൽ നിന്നൊക്കെ അങ്ങനെ റെഡിമേഡ് ചപ്പാത്തി ഇല്ലേ, ആ ഒരു വലിപ്പുണ്ട്. നിക്ക് അവിടെ നിക്ക്, വേറെ വജ്ജുണ്ട് അവിടെ വെച്ചിട്ടോ. നമുക്കൊരു 10 വരത്തുള്ള വജ്ജുണ്ട്. എടുത്തു ഓക്കെ. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാനും ഉണ്ടാവൂല. അതെ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിങ്ങനെ ഒരു ഐഡിയ ഇവിടെ ആരും ഞാൻ കണ്ടിട്ടില്ല, പുതിയൊരു ഐഡിയ ആണ്. പത്തിരി ഇങ്ങനെ വരുത്തുന്നത് ഇതൊരു വൃത്തിയിൽ കിട്ടുട്ടോ. ഇങ്ങനെയാണ് ഇത് റൗണ്ട് ആക്കല്. ഇപ്പോഴത് മനസ്സിലായത്. ഇതൊക്കെ സുഹൃത്തുക്കളെ കണ്ടില്ലേ, റൗണ്ട് അത് ആക്കണമെന്നോ. ഇവനാണ് ഇതിന്റെ ഷേപ്പ് കളയുന്ന ആള്. ഇത് എങ്ങനെയാക്കിയാൽ ഇത് റൗണ്ട് ആവും തോന്നില്ല മക്കളെ. ഇത് അങ്ങനെ ഒരു ഷേപ്പ് ആയിക്കോളും. ഇതൊക്കെ ഒരു ഉരുളാക്കി ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ടാക്കാം. ഇല്ലല്ല ഇനി കറക്റ്റാ, ഇനി നമ്മൾ കറക്റ്റ് റൗണ്ടാ വരിക. ഐഡിയ കിട്ടി, ഐഡിയ പ്രശ്നം 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി 2 എണ്ണം ആയിരത്താണ് രസം നോക്കാം. പരത്തിയിട്ട് ഇപ്പൊ കുറെ പരത്തിയിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കും. നമുക്ക് രസമുള്ളതായിരുന്നു നോക്കാം. ഓക്കെ, ഇത് ചെറിയ ഒന്നും എന്തുകൊണ്ട് ലാസ്റ്റ് ആയാലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പൊടി കഴിഞ്ഞിട്ടോ ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. ഓക്കെ, രസം നോക്കണ്ടോ ഫസ്റ്റ്. അടിപൊളിയായിക്കണോ, അത്ര മതി സാറായിക്കണോ. അപ്പൊ നിങ്ങൾ പറയാ ആരോ പിടിച്ച് കാണിച്ചോക്ക്. അതോ ഇത് കിട്ടൂല കേട്ടോ, ഇതിപ്പോ പൊട്ടിയതാണ്, അത് കിട്ടൂല. നിക്കെ അവിടെ വെച്ചാ മതി. അപ്പൊ നോക്കിക്കോളി ഇതില് ഏതാണ് രസം എന്ന് പറയും. ഇതിപ്പോ പൊട്ടിയ ഇത് കൂട്ടുള്ളൂ കേട്ടോ. ഇനി ഏതാ രസം എന്ന് പറയും. ഓക്കെ, കമന്റ് ചെയ്യാം. അപ്പൊ നമ്മളെ പത്തിരി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. 100% വിജയകരമായിട്ട് നമ്മളെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ഷെഫ് ചെയ്യുന്നത് പോലുള്ള ഒരു പത്തിരി ചൂടലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ പത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പത്തിരി കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ. എന്താണ്